സൂസ് വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു ചീരത്തോരനാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇത് ഞാൻ എൻ്റെ മുറ്റത്തുനിന്ന് പറിച്ചെടുത്ത ചീരയാണ്. ഇതിന് നല്ലതായിട്ടൊന്ന് കഴുകി, നല്ലതായിട്ട് കുറേ പ്രാവശ്യം കഴുകണം. കഴുകിയെടുത്ത് ഇതിൻ്റെ അകത്തെ അഴുക്കുകളും പുഴുവെല്ലാം ഉണ്ടോ എന്നൊക്കെ നോക്കി അതെല്ലാം കഴിഞ്ഞ് അഴുക്ക് ഇലകളെല്ലാം കളഞ്ഞ് നമുക്ക് നല്ലതായിട്ടൊന്ന് അരിഞ്ഞ് എടുത്തുകൊണ്ട് വരാം. ചീരത്തോരൻ വെക്കുന്നതിന് മുമ്പേ അതിനാവശ്യമുള്ള തേങ്ങ, ഇത്രയും തേങ്ങ എടുക്കണം, പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് കൊച്ചുള്ളി, ഇത്രയും ഒന്നിച്ച് ചതയ്ക്കണം. നല്ലതായിട്ട് ഒരുമാതിരി ചതച്ച് കൊണ്ടുവരാൻ പോവാണ്. പാൻ അടുപ്പ് വെച്ചു എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് കടുവും കൂടി ഇട്ടു. കടുവ് പൊട്ടി ഇനി ഈ മുളക് ഉണക്കമുളക് അതിൻ്റെ അകത്തോട്ട് ഇട്ടു. ഈ കരിയാപ്പിലയും ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയിൽ കുറച്ച് ഉള്ളി, ഇത്രയും ഉള്ളി അരിഞ്ഞു വെച്ചിട്ട് കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് കൊച്ചുള്ളിയും കൂടെ അതിനകത്ത് ഇട്ടു. ഈ ഉള്ളി നല്ലതായിട്ട് മൂത്ത് കഴിയുന്നതിന് ഈ ബാക്കി ഈ കൊച്ചുള്ളി അരിഞ്ഞു വെച്ചേക്കുന്നതും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കണം. ഇതിൻ്റെ അകത്തോട്ട് നല്ലതായിട്ട് വഴറ്റണം. മാതിരി ഒന്ന് വഴന്നു കഴിയുമ്പോൾ ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു മുട്ട നന്നായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ഈ മുട്ടയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചിക്കി തോർത്തി എടുക്കണം. മുട്ട ഒരുമാതിരി ഒന്നായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരപ്പ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടണേ. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഇട്ട് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിൻ്റെ അകത്ത് ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലതായിട്ട് യോജിപ്പിച്ച് തീ നല്ലതായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് നല്ലതായിട്ടൊന്ന് തല്ലിപ്പൊത്തി വെച്ച് നമ്മൾ അടപ്പും കൊണ്ട് ചെറിയ തീയിൽ അടച്ചു വെക്കുക. ചെറിയ തീയിലൊന്ന് വേഗം ആവി നല്ലതായിട്ട് കയറി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അടപ്പെടുത്ത് നല്ലതായിട്ട് ഒന്ന് ചിക്കി തോർത്തി നമ്മൾ എടുക്കണം. ഇനി ഇതുപോലെ ഒരാവി മാത്രം കയറിയാൽ മതി. അന്നേരത്തേക്ക് ചീരത്തോരൻ റെഡിയാവും. നല്ലതായിട്ട് തോർന്നു. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. അങ്ങനെ നമ്മുടെ ചീരത്തോരൻ റെഡിയായി. കണ്ടോ, നല്ല ഒന്നാന്തരം ആവി പറക്കുന്ന ചീരത്തോരൻ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും.